പട്ടണം സ്വദേശി കാവ്യമോള് 30 വയസ്സ് കഴിഞ്ഞ മാസം ഡിസംബർ 23 ഉച്ചയ്ക്ക് 11:43 ഇവിടെ ഡോൺ ബോസ്കോ ആശുപത്രിയിലെ പ്രസവ ശുശ്രൂഷയ്ക്കായി അഡ്മിറ്റ് ചെയ്തു. 24-ാം തീയതി ക്രിസ്മസിന് തലേദിവസം ഉച്ചയ്ക്ക് 12:52 സാധാരണ ഒരു പ്രസവം നടക്കുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. തുടർന്ന് സാധാരണ കാണാത്തൊരു സംഭവമാണ് ശക്തിയായ രക്തസ്രാവം ഉണ്ടാവുകയും വേണ്ട ചികിത്സാ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. സാധാരണ കൊടുക്കുന്ന മരുന്നുകളെല്ലാം കൊടുത്ത് ഫ്ലൂയിഡും ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ടതെല്ലാം ചെയ്തു. എന്നാൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന രക്തസ്രാവം നിലയ്ക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും തുടർച്ചയായി രക്തം പോകുന്നൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് ബന്ധുക്കളെ നമ്മൾ സമയത്ത് അറിയിച്ച് ഇങ്ങനെ സാധനം വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു രക്തസ്രാവമാണ്, വളരെ കുറച്ച് പേർക്കുണ്ടാവുന്നതാണ്. അതവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രക്തസ്രാവം തുടരുന്ന സാഹചര്യത്തിൽ പിന്നെ നമുക്കൊരവസ്ഥ മരുന്നുകൾ ഫലിച്ചില്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് ഗർഭപാത്രം നീക്കം ചെയ്യുക എന്നൊരു സ്ഥിതിവിശേഷമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ബന്ധുക്കളോട് സംസാരിച്ച് അവർ സമ്മതിക്കുകയും അത് പ്രകാരം തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തിയേറ്ററിൽ വെച്ച് രോഗിക്ക് ഹൃദയസ്തംഭനം ഉണ്ടായി. അന്നേരം നമ്മൾ CPR കൊടുത്ത് റിസസിറ്റേറ്റ് ചെയ്ത് ആള് ബെറ്ററായി. ഹൃദയസ്തംഭനത്തിൽ മാറ്റി മോചിതയായി. ഹൃദയമെടുപ്പെല്ലാം സാധാരണ നിലയിൽ. ഹൃദയസ്തംഭനം എന്ന് പറഞ്ഞാൽ ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയാണ്. ആ സ്ഥിതി റിസസിറ്റേഷൻ നടത്തി ഭാഗ്യത്തിൽ ആശുപത്രി എല്ലാ ഡോക്ടർമാരും ഇവിടെ ഉണ്ട്, കാർഡിയോളജിസ്റ്റ് അടക്കം എല്ലാവരും ഇവിടെ ഉണ്ടായി. എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് രോഗിയെ റിസസിറ്റേറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ നമ്മൾ വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം ഈ അത്രയും രക്തം പോയതുകൊണ്ട് ഓക്സിജന്റെ ലെവൽ നിർത്തി വെന്റിലേറ്ററിൽ നമ്മുടെ ഇവിടെ തന്നെ ICUയിലേക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. തിയേറ്ററിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന കാര്യം സംസാരിച്ചപ്പോൾ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞു തന്നാൽ ഇതിനേക്കാളും സൗകര്യമുള്ള ഏതെങ്കിലും വലിയൊരു ആശുപത്രിയിലേക്ക് ആസ്റ്റർ മെഡിസിനിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തു. നമ്മൾ അത് അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെ ആണ് രോഗിയെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 24-ാം തീയതി വൈകിട്ട് ഷിഫ്റ്റ് ചെയ്ത് അവിടെയാണ് പിന്നെ തുടർ ചികിത്സകൾ നടത്തിയത്. ഇത്രയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ടല്ല, ഇവിടുന്ന് നമ്മൾ ഹൃദയത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായത് പറഞ്ഞല്ലോ, അതിനുമുമ്പ് ബ്ലീഡിങ് ഉണ്ടായല്ലോ. ഈ രണ്ടവസ്ഥയെല്ലാം നമ്മൾ ഇവിടുന്ന് റിസസിറ്റേറ്റ് ചെയ്ത് ആണ് രോഗിയെ ഇവിടുന്ന് പോകുമ്പോൾ എല്ലാം നോർമലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് വിട്ടത്. അവര് ഈ വെന്റിലേറ്ററിന്റെ ഒരു തുടർ ചികിത്സ ആവശ്യം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. ഇവിടുന്ന് പോകുന്നിടം വരേക്കും ഈ പറഞ്ഞ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞൊരു കാര്യം കൃത്യമായിട്ട് നില വഷളാണെന്ന് കൃത്യമായി ബന്ധുക്കളെ അറിയിച്ചില്ല. രക്തസ്രാവം ഉണ്ടായപ്പോൾ കൊടുക്കാനുള്ള രക്തം ഇവിടെ ഉണ്ടായിരുന്നില്ല. രക്തം കരുതി വെക്കണമെന്ന് ബന്ധുക്കളെ അറിയിച്ചുമില്ല. ഇതിന് ഒരുപാട് സമയം പോയി എന്നാണ്. ഷിഫ്റ്റ് ചെയ്യാനും ഈ രക്തം ശേഖരിച്ചു വരാനൊക്കെ സമയം ഒരുപാട്. അങ്ങനെയല്ല, എല്ലാവരുടെയും ഗ്രൂപ്പിംഗ് ആൻഡ് ക്രോസ് മാച്ചിങ് ചെയ്തേ വെക്കുള്ളൂ. ഓൾ ഡെലിവറീസ് അത് രക്തസ്രാവം ഉണ്ടാവുക ഇല്ലയെന്ന് പ്രതീക്ഷിച്ചില്ല. എല്ലാവർക്കും രക്തസ്രാവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മുടെ ഇവിടെ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്തത്. നമ്മൾ ഊറ്റുന്നില്ല, ട്രാൻസ്ഫ്യൂർ എടുത്തു വെക്കുന്നില്ല എന്ന് മാത്രമേ. അതുകൊണ്ട് തൊട്ടടുത്ത ശ്രീനാരായണ മെഡിക്കൽ കോളേജ് എപ്പോൾ ബ്ലഡ് വേണ്ടത് അത് ഒട്ടും ശരിയല്ല. ഇല്ല, ശ്രീനാരായണ മെഡിക്കൽ കോളേജ് നോക്കാം. നമുക്ക് കിട്ടിയിരുന്നു. രണ്ടാമത് ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മറ്റുള്ള അപ്പം തന്നെ, കാരണം നമ്മൾ ബ്ലീഡിങ് കൊണ്ടുകൊണ്ട് പിന്നെ ആ സമയത്ത് തന്നെ കാരണം നമുക്കൊരു ചാൻസ് കിട്ടിയതുകൊണ്ട് നമ്മൾ നേരത്തെ മറ്റുള്ള ഈ ശ്രീനാരായണ പ്ലസ് ബ്ലഡ് ബാങ്കിൽ നിന്ന് നമ്മൾ കൂടുതൽ ബ്ലഡ് കളക്ട് ചെയ്തു. അത് സാധനം തന്നെയാണ് അവിടെ കളക്ട് ചെയ്ത് വെച്ചത്. അത് ബ്ലഡിന്റെ ഒന്നും ഒരു പ്രോബ്ലംസ് നമുക്കിവിടെ നടന്നിട്ടില്ല. നമ്മൾ പോയിട്ട് നമുക്ക് ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിച്ചില്ല. രക്തം നമ്മൾ പൈപ്പിൽ നിന്ന് ചീറ്റുന്ന പോലെയാണ് രക്തസ്രാവം വന്നുകൊണ്ടിരുന്നത്. സാധാരണ കാണാത്തൊരു വളരെ അപൂർവമായൊരു സ്ഥിതിവിശേഷമാണ് കാവ്യമോളുടെ കാര്യത്തിലുണ്ടായത്. അന്ന് തന്നെ 3 പ്രസവം കൂടെ ഉണ്ടായതാണ്. ഈ ഒരു നമുക്ക് വേദനയുണ്ട്. കാരണം എനിക്കുണ്ട് ഇതുപോലെ 2 പെൺമക്കള്. അപ്പൊ ആ വളരെ അപൂർവമായിട്ട് കാണുന്നൊരു സംഭവമാണ് ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടായത്. ബാക്കി 2 പേർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. നോർമൽ ഡെലിവറി.
അവര് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു തടസ്സവും പറഞ്ഞില്ല. നമ്മൾ അന്നേരം തന്നെ വേണ്ട എല്ലാ സൗകര്യം അന്നേരം തൊട്ട് ഷാർലി മാർട്ടിൻ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാം നമുക്ക് പരിചയമുള്ളവർ അന്നേരം തന്നെ പറഞ്ഞു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെയല്ല. അതായത് ഞാൻ അതായത് അവരോട് അവരിങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹയർ സെന്റർ കൊണ്ടുപോയാലോ. അപ്പൊ നമ്മളോട് ഞങ്ങൾ നിങ്ങൾക്ക് അസ്റ്ററിൽ പറ്റുമോ? ഞങ്ങൾ അസ്റ്റർ പറ്റുമോ? ഞങ്ങൾ നമ്മുടെ ഡോക്ടർ തന്നെ അസ്റ്ററിൽ സംസാരിച്ചു അവിടെ നിന്നുള്ള അറേഞ്ച് ചെയ്തു. അപ്പൊ അവരുടെ വെന്റിലേറ്ററോട് കൂടിയുള്ള വണ്ടി നമുക്ക് വിട്ടുതന്നു. അങ്ങനെയാണ് ആ പേഷ്യന്റ് നമ്മൾ ഉദ്ദേശിച്ചത്. ഡോക്ടർ അടക്കം വരാനുള്ളൊരു സമയം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. രക്തസ്രാവമാണ് ഇത് തീർച്ചയായിട്ടും. രക്തസ്രാവം ആർക്കെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാ ഡെലിവറിക്കും ഇറസ്പെക്റ്റീവ് ബ്ലീഡിംഗ് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ ഗ്രൂപ്പിംഗ് ആൻഡ് ക്രോസ് മാച്ചിങ് ചെയ്ത് വെക്കുന്നത്. അതെ, പക്ഷേ ഈ അമ്മയ്ക്ക് മാത്രം വളരെ ഗുരുതരമായ ഒരു ബ്ലീഡിംഗ് ആണ് ഉണ്ടായത്. ഇതാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.